പിന്നെ തൃശ്ശൂർ ലോക്സഭയിലൊരു പ്രത്യേക സംഭവം ഉണ്ടായിട്ടുള്ളത്, ഇവിടെ കള്ളവോട്ടിന് ശ്രമിച്ചത് BJP ആണ്. ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് ചേർത്തു. അതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഐശ്രീ വിദ്യാലയത്തിൽ ഇന്നലെ കള്ളവോട്ട് 4 പേരുടെ വോട്ട് അടഞ്ഞു കിടന്ന ഫ്ലാറ്റിൽ പിടിച്ചു. കളക്ടർ അവരോട് വോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദ്യോഗസ്ഥന്മാർ, അതായത് BLO എന്ന് പറഞ്ഞു, എല്ലാവരും വോട്ട് ചേർത്തിട്ടുണ്ട്. ചേർത്ത വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ CPM കൂട്ടുനിന്നിട്ടുണ്ട്. ഞാൻ പറയാം, ഇവിടെ ക്രോസ് വോട്ടിങ് കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു പൊസിഷൻ എത്തിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, കണക്കനുസരിച്ച് ഇവിടെ UDF 1-ാം സ്ഥാനം, LDF 2-ാം സ്ഥാനത്തുമാണ് വരേണ്ടത്. എന്നാൽ ഈ ഡീൽ എങ്ങനെ എന്തുമാത്രം ഫലപ്രദമായെങ്കിൽ സ്വാഭാവികമായും BJP 2-ാം സ്ഥാനത്ത് വരും. അങ്ങനെ വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. ഞാൻ തുടക്കം വന്നപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു ആര് തമ്മിലാണ് മത്സരം. ഞാൻ പറഞ്ഞു LDF ഉം UDF ഉം തമ്മിലുള്ള മത്സരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. BJP ഒരു സാംസ്കാരിക തലസ്ഥാനത്ത് സംസ്കാരത്തിന് ചേരാത്ത പ്രവൃത്തി നടത്തിയാണ് BJP. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ എത്ര ഒരിക്കൽ പണവും കൊണ്ടുപോയി. ഇനി ഞാൻ രാത്രി പിടിച്ചതിനെക്കുറിച്ച് പിന്നെ ഒരു വിവരവും ഇല്ലല്ലോ. ഇതൊക്കെയാണ് ഈ ഡീലിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു 3-ാം സ്ഥാനത്ത് പോകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇവരുടെ ഒരു ലക്ഷണവും ക്രോസ് ഔട്ടിങ്ങും ഒക്കെ കാണുമ്പോൾ എന്താണെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല.